എല്ലാവർക്കും മിയാസ് ഫുഡ്ബുക്ക് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ദിവ്യ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ക്രിസ്പിയും ടേസ്റ്റിയുമായ കുഴലപ്പത്തിൻ്റെ റെസിപ്പിയായാണ്. കടകളിൽ നിന്നും വാങ്ങുന്ന അതേ രുചിയിൽ വീട്ടിൽ തന്നെ വെറും അരമണിക്കൂറിൽ തയ്യാറാക്കാം. മുകളിൽ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഈവനിങ് സ്നാക്സ് റെസിപ്പികൾ കാണാവുന്നതാണ്. റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുൻപായി നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. കുഴലപ്പം ഉണ്ടാക്കാനായി ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിൽ 2 ടേബിൾ സ്പൂൺ നാളികേരം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ നല്ല ജീരകം അതായത് കുമിൻ സീഡും 4 ചുവന്നുള്ളിയും ഒരല്ലി വെളുത്തുള്ളിയും ചേർത്തിട്ട് പൾസ് ബട്ടണിലൊന്ന് അടിച്ചെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടിയും ചേർത്തിട്ട് നന്നായി അരച്ച് ഒരു സൈഡിലേക്ക് നീക്കി വയ്ക്കാം. നനച്ചെടുക്കാൻ വേണ്ടി ആദ്യം തന്നെ ഒരു പാനിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും പൊടി ചേർത്ത് നന്നായി തിളപ്പിച്ചെടുക്കാം. ഞാൻ പത്തിരിപ്പൊടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഏത് തരിയില്ലാത്ത അരിപ്പൊടി വേണമെങ്കിലും ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇപ്പോൾ വെള്ളം നന്നായി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഒരു കയ്യിൽ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് പൊടി കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് ഒന്ന് കയ്യിൽ വെച്ച് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. നേരത്തെ അരച്ചെടുത്തിട്ടുള്ള അരപ്പും കൂടിയും ചേർത്ത് ഇളക്കി സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ കറുത്ത എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റ് ഇരുന്നതൊന്ന് ചെറുതായി ചൂടാറി വന്നതിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടിയും ചേർത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാം. ചൂടോടെ കുഴച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഈ മാവിൻ്റെ മുകളിലേക്ക് ഒരു നനഞ്ഞ കോട്ടൺ തുണി വെച്ച് കൊടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് കുഴച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൈ പൊള്ളാണ്ട് തന്നെ നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്കിത് കുഴച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുക്കുമ്പോഴാണ് നല്ല ക്രിസ്പിയും അതുപോലെ തന്നെ നല്ല പോള വരുന്ന കുഴലപ്പം നമുക്ക് കിട്ടുള്ളൂ. ഒരു 5 മിനിറ്റ് തന്നെ ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതൊന്ന് കവർ ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. റെസ്റ്റ് ചെയ്തിട്ട് ഉണ്ടാക്കുമ്പോഴാണ് കറക്റ്റായിട്ട് ആ പോളകളൊക്കെ വരുള്ളൂ. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഓപ്പൺ ചെയ്തെടുത്തതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് കൗണ്ടർ ടോപ്പിലേക്ക് വെക്കാം. ബാക്കിയുള്ള മാവ് കവർ ചെയ്ത് കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഡ്രൈ ആയി പോവും. ഒരു ചപ്പാത്തി റോളർ വെച്ചിട്ട് ഇതൊന്ന് പരത്തി കൊടുക്കുകയാണ്. അപ്പോൾ കനം കുറച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന ഒരു കനത്തിൽ വേണം നമ്മളിതൊന്ന് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ചെറിയ കുഴലപ്പമാണ് ഉണ്ടാക്കുന്നത്. ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റൗണ്ട് ഷേപ്പിലുള്ള മൂടിയാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് പ്രസ് ചെയ്തിട്ട് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കട്ടായി കിട്ടും. അപ്പോൾ ഷാർപ്പ് എഡ്ജുള്ളതാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ടായി കിട്ടും. അപ്പോൾ ഈ ഒരു മാവിൽ എനിക്കൊരു 4 എണ്ണമാണ് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളത്. ബാക്കി നിൽക്കുന്ന എക്സ്ട്രാ മാവ് മാറ്റിയതിന് ശേഷം വീണ്ടും കുഴച്ചെടുത്തിട്ട് വീണ്ടും പരത്തിയിട്ട് ഇതേപോലെ തന്നെ ഷേപ്പ് ചെയ്തെടുക്കാം. ചപ്പാത്തിയുടെ കനത്തിലാണ് ഞാനിവിടെ പരത്തിയെടുത്തിട്ടുള്ളത്. തീരെ കനം കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓയിലിടുമ്പോൾ പൊട്ടിപ്പോവും. അതുപോലെ തന്നെ നന്നായി കനം കൂടാണെന്നുണ്ടെങ്കിലും അത് ഉള്ളു വേവാണ്ട് വരും. അപ്പോൾ ഈ ഒരു കനത്തിൽ തന്നെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം 2 സൈഡും ഉള്ളിലേക്ക് ഒന്ന് മടക്കി കൊടുത്തിട്ട് വിരൽ യൂസ് ചെയ്തിട്ട് ഇതേപോലെ തന്നെ പ്രസ് ചെയ്ത് കൊടുക്കണം. കുറച്ച് കനം കൂടിയിട്ടാവും നിൽക്കുക. അപ്പോൾ വിരൽ വെച്ച് പ്രസ് ചെയ്ത് ആ കനമൊക്കെ ഒന്ന് കുറച്ചെടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ വെന്ത് വരില്ല. ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട. ഈ മാവ് രണ്ടും വിരൽ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഒട്ടി വരും. അപ്പോൾ അതൊന്ന് പ്രസ് ചെയ്തിട്ട് കനം കുറച്ചെടുക്കുകയാണ് വേണ്ടത്. റോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 2 സൈഡിൽ നിന്നും ഇതുപോലെ മടക്കി കൊടുത്തിട്ട് വിരൽ വെച്ചൊന്ന് ഒട്ടിച്ചെടുക്കണം. നന്നായി ഒട്ടിച്ചിട്ട് കനം കുറച്ചെടുക്കണം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഷേപ്പ് ചെയ്യാൻ എടുക്കുന്ന മൂടിയുടെ വലിപ്പം അനുസരിച്ചിരിക്കും കുഴലപ്പത്തിൻ്റെ നീളം. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാതും ഷേപ്പ് ചെയ്തെടുക്കാം. ഒരു പാനിൽ ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ മാവിൽ നിന്ന് ഒരു ചെറിയൊരു പോർഷൻ ഇട്ടിട്ട് ഇട്ട വശം തന്നെ പൊന്തി വരുമ്പോൾ ഓയിൽ നന്നായി ചൂടായി എന്നാണ് അർത്ഥം. ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയതിന് ശേഷം നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള കുഴലപ്പം ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുഴലപ്പത്തിൻ്റെ ഹോളിൽ കൂടെ ഓയിൽ കിടക്കുന്ന രീതിയിൽ വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് ഇട്ട് കൊടുത്ത വശം തന്നെ കണ്ടില്ല നന്നായി പതഞ്ഞ് പൊന്തി വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു പതിയൊക്കെ ഒന്ന് കുറയുമ്പോൾ മറിച്ചിട്ട് മറ്റേ സൈഡും ഇട്ട് കൊടുക്കാം. അപ്പോൾ 2 സൈഡും ഇതേപോലെ തന്നെ മറിച്ചിട്ട് കൊടുത്തിട്ട് മൊരിഞ്ഞു വരണം. അപ്പോൾ ഇപ്പോൾ നല്ല പതയിലാണ് ഇരിക്കുന്നത്. ഇപ്പം നോക്കുമ്പോൾ ചെറിയ ചെറിയ പോളകൾ പോലെ ഇങ്ങനെ വന്നിട്ടുണ്ട്. നല്ല കുഴലപ്പാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ പോളകൾ വരും നമ്മുടെ കുഴലപ്പത്തിൻ്റെ മുകളിൽ. ഇപ്പം നന്നായിട്ട് പതിഞ്ഞുകൊണ്ടിരിക്കണം. ആ പതിയൊക്കെ ഒന്ന് കുറഞ്ഞു വരണം. അപ്പോഴാണ് നമ്മുടെ കുഴലപ്പം ഒന്ന് ക്രിസ്പി ആയിട്ട് വരിക. അപ്പോൾ 2 സൈഡും ഇതുപോലെ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് മറിച്ചിട്ട് കൊടുത്തിട്ട് അതൊന്ന് മൊരിയിച്ചെടുക്കാം. ഓയിലിൻ്റെ പതിയൊക്കെ കുറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് ഓയിലിൽ നിന്ന് എടുത്തതിന് ശേഷം കുത്തനെ പിടിക്കുമ്പോൾ ആ ഓയിലൊക്കെ എക്സ്ട്രാ നിൽക്കുന്നത് താഴേക്ക്
പോവും. അതിനുശേഷം നമുക്ക് ഒരു സ്റ്റെയിനറിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ സ്റ്റെയിനറിലും കുത്തനെ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓയിൽ എക്സ്ട്രാ നിൽക്കുന്നതുണ്ടെങ്കിൽ ഫുള്ളായിട്ട് പോയി കിട്ടും. ഇതേപോലെ തന്നെ അടുത്ത ഓരോ കുഴലപ്പവും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ട്രഡീഷണൽ സ്നാക്സായ കുഴലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു ടെൻഷനും ഇല്ലാതെ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ നല്ല രുചിയിൽ കുഴലപ്പം തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് കൈവച്ചിട്ടൊന്ന് പൊട്ടിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്രിസ്പിനെസ് നിങ്ങൾക്ക് മനസ്സിലാവും. നന്നായിട്ട് പൊടിഞ്ഞു പോകുന്നുണ്ട്, നല്ല ടേസ്റ്റിയുമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം പുതിയ വെറൈറ്റി റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.